നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ പോരാണ് പോര്. മിക്ക ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയിയെ തീരുമാനിക്കുന്നത് നെയ്യാറ്റിൻകര, പാറശാല, കോവളം നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർ. ഇക്കുറി അവർ എങ്ങനെ ചിന്തിക്കുമെന്നതാണ് സ്ഥാനാർത്ഥികളെ ഏറെ വലയ്ക്കുന്ന കാര്യവും. ശശി തരൂർ എന്ന അതികായനെ വീഴ്ത്താൻ ഇക്കുറി BJP കളത്തിലിറക്കിയ രാജീവ് ചന്ദ്രശേഖർ പ്രചരണത്തിൽ ഒട്ടും പിന്നിലല്ല. സമാനതകളില്ലാത്ത പ്രചരണ പരിപാടികളിലാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധ വയ്ക്കുന്നത്. തലസ്ഥാനത്ത് വികസന കോൺക്ലേവ് മുതൽ IT പ്രൊഫഷണലുകൾ വരെയുള്ള എല്ലാ ഘടകങ്ങളുടെയും പ്രത്യേക സെമിനാറുകൾ, വലിയ തോതിൽ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ. മുൻപ് കുമ്മനം രാജശേഖരനും രാജഗോപാലുമൊക്കെ മത്സരിക്കുമ്പോൾ പൊതുവെ BJP പ്രവർത്തകരായിരുന്നു പ്രചരണ രംഗത്ത് അധികമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കഥ മാറി. TP ശ്രീനിവാസൻ അടക്കമുള്ളവരെ കളത്തിലിറക്കി അതിശക്തമായ യുദ്ധമുഖമാണ് രാജീവ് ചന്ദ്രശേഖർ തുടക്കമിട്ടത്. ഒരു വശത്ത് വിശ്വപൗരൻ എന്ന് കീർത്തിയുള്ള ശശി തരൂർ, മറുവശത്ത് ഇന്ത്യയിലെ വ്യവസായ സാമ്രാജ്യങ്ങൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന രാജീവ് ചന്ദ്രശേഖർ. സാധാരണക്കാരിൽ സാധാരണക്കാരനായി, സാധാരണക്കാരുടെ മുഖമായി പന്ന്യൻ രവീന്ദ്രൻ. ത്രികോണച്ചൂടിൽ തലസ്ഥാനം വെന്തുരുകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. മലയാളി വാർത്ത ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ശശി തരൂരിൻ്റെ വിജയമാണ് അഭിപ്രായ സർവേകളിലൂടെ കേരളത്തിനോട് പറഞ്ഞത്. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഈ ഫലങ്ങൾ മാറി മറിയാം. അതിന് ചില കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സൂക്ഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. നേമത്തും കഴക്കൂട്ടത്തുമൊക്കെ BJPക്ക് വലിയ തോതിൽ വേരോട്ടമുണ്ട്, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം നിയോജക മണ്ഡലങ്ങളിൽ ലീഡ് പിടിക്കുക തന്നെയാണ് ഇക്കുറിയും BJPയുടെ ലക്ഷ്യം. എന്നാൽ എത്രമാത്രം BJP ഈ നിയോജക മണ്ഡലങ്ങളിൽ ലീഡ് പിടിച്ചാലും തിരിച്ചു പിടിക്കാൻ തങ്ങൾക്ക് കോവളവും പാറശാലയുമുണ്ട് എന്ന ആത്മവിശ്വാസം ഇപ്പോഴും UDF ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂരിന് വേണ്ട ഏറ്റവും ശക്തമായ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് കോവളം, നെയ്യാറ്റിൻകര, പാറശാല കേന്ദ്രീകരിച്ച് തന്നെ. മുസ്ലിം സമുദായ വോട്ടുകളിൽ ചോർച്ച വരാതെ പരമാവധി ശശി തരൂർ ക്യാമ്പിലെത്തിക്കുകയാണ് തരൂരിൻ്റെ ലക്ഷ്യം. ഇവിടെ ചില പ്രത്യേകതകളുണ്ട്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ CPM നേതാക്കളൊക്കെ ആറ്റിങ്ങലിലേക്ക് ഒഴിഞ്ഞുപോയിരിക്കുന്നു. CPMന്റെ തലയെടുപ്പുള്ള മിക്ക നേതാക്കളും തങ്ങളുടെ പ്രവർത്തന മേഖല ആറ്റിങ്ങലിലേക്ക് മാറ്റിയിരിക്കുന്നു. ആറ്റിങ്ങൽ ഇക്കുറി ജോയി വിജയിക്കുമെന്നാണ് പൊതുവെ CPMന്റെ വിലയിരുത്തൽ. ശക്തമായ പ്രവർത്തനം ആറ്റിങ്ങലിൽ നടത്തേണ്ടതുണ്ട്. അടൂർ പ്രകാശിനെ മുട്ടുകുത്തിക്കുക അത്ര എളുപ്പമല്ല എന്ന് CPMന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനം വിട്ട് അവർ നേരെ ആറ്റിങ്ങലിലേക്ക് ശ്രദ്ധ തിരിച്ചത്. ഇത് പന്ന്യന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നുമുണ്ട്. പന്ന്യൻ രവീന്ദ്രന് ലഭിക്കേണ്ട വോട്ടുകളിൽ ഒരു വിഭാഗം CPM ഇക്കുറി ശശി തരൂരിന് മാറ്റിക്കുത്തുമോ എന്ന സംശയവും തലസ്ഥാനത്ത് ശക്തമാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ് ഏറെ ശ്രദ്ധയോടെ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നു. ഇന്നലെ തലസ്ഥാനത്തെത്തിയത് JP നദ്ദ, ഇന്ന് നിർമ്മല സീതാരാമൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ സന്ദർശനങ്ങൾ. അതിശക്തരായ BJP നേതാക്കളെ ഒന്നൊന്നായി കളത്തിലിറക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ്. മറുവശത്ത് ശോഭനയുൾപ്പെടെയുള്ള സിനിമാ നടിമാർ, നടന്മാർ. വലിയ താരപരിവേഷമാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രചരണ ക്യാമ്പിൽ പ്രയോജനപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്തിന്റെയും ചിത്രം വ്യത്യസ്തമായിരുന്നില്ല. തിരുവനന്തപുരത്ത് അന്ന് രാജഗോപാലിന് ലഭിച്ചത് 40,835, ശശി തരൂരിന് ലഭിച്ചത് 39,027. നേമം നിയോജക മണ്ഡലമാണ് അന്ന് കൂടുതൽ ഞെട്ടിച്ചത്. രാജഗോപാലിന് ലഭിച്ചത് 50,685 വോട്ടുകൾ. അവിടെ ശശി തരൂരിന് ലഭിച്ചതാവട്ടെ 32,639 വോട്ടുകൾ. ശക്തമായ ഭൂരിപക്ഷമാണ് അന്ന് BJP സാരഥിക്ക് നേമം നിയോജക മണ്ഡലം സമ്മാനിച്ചത്. എന്നാൽ പാറശാല, കോവളം, നെയ്യാറ്റിൻകര നിയോജക മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷമുയർത്തി ശശി തരൂർ തന്റെ വിജയമുറപ്പിച്ചു. അതാണ് ഈ 3 നിയോജക മണ്ഡലങ്ങളിലെ മാജിക്. കൂടുതലായി മുസ്ലിം, ക്രിസ്ത്യൻ വോട്ടുകളാണ് ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. നാടാർ വോട്ടുകൾക്കും നിർണായക പങ്കുണ്ട് ഈ നിയോജക മണ്ഡലങ്ങളിൽ. പഴയ ചാൾസ് MPയുടെ കാലം മുതൽ നാടാർ വോട്ടുകൾ പൊതുവെ UDF പെട്ടിയിൽ വീഴുകയാണ് പതിവ്. കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുണ്ട് കോവളം നിയോജക മണ്ഡലത്തിൽ. ഏതുവിധേനയും കോവളം, പാറശാല, നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് തങ്ങൾ പരമാവധി വോട്ട് ശേഖരിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ് വിശ്വസിക്കുന്നത്.
ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേകൾ നിഷ്പ്രഭമാകാനുള്ള ചില സാധ്യതകളുമുണ്ട്. കാരണം ഈ മേഖലകളിലെ വോട്ട് ബാങ്ക് കൂടി കണക്കിലെടുത്താണ് മിക്ക അഭിപ്രായ സർവേകളും തങ്ങളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. പാറശാലയിലെയും കോവളത്തെയും ഒക്കെ ഒരു വിഭാഗം വോട്ടുകൾ ഇക്കുറി തങ്ങൾ പെട്ടിയിലാക്കും, നോക്കിയിരുന്ന് കാണൂ എന്നതാണ് BJPയുടെ നിലപാട്. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് അറിയണമെങ്കിൽ വോട്ടെണ്ണൽ ദിനം വരെ നമ്മൾ കാത്തിരിക്കണം. എങ്കിലും അതിശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന് വ്യക്തം. തുടർച്ചയായ 4ാം വിജയത്തിനാണ് ഇക്കുറി ശശി തരൂർ ഇറങ്ങിത്തിരിച്ചത്. തുടക്കത്തിൽ ശശി തരൂർ നേരിട്ട ഏറ്റവും വലിയ ചോദ്യം പാർലമെന്റ് മണ്ഡലത്തിൽ ശശി തരൂരിൻ്റെതായി എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി എന്നാണ്. ഇനി കാര്യം നടക്കും എന്ന പ്രയോഗത്തിലൂടെ രാജീവ് ചന്ദ്രശേഖരും തുടക്കത്തിൽ മണ്ഡലത്തിൽ നിറഞ്ഞു. നിലവിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ നിയോജക മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ കോവളത്ത് മാത്രമാണ് ഒരു UDF MLAയുടെ സാന്നിധ്യമുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടതുപക്ഷമാണ് ആധിപത്യം ഉറപ്പിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാറശാലയിലും നെയ്യാറ്റിൻകരയിലുമൊക്കെ വലിയ തോതിൽ വോട്ട് ശതമാനം ഉയർത്താൻ പന്ന്യൻ രവീന്ദ്രന് കഴിഞ്ഞാൽ അത് UDFനെ ബാധിക്കുമോ എന്നതാണ് UDFന്റെ മുഖ്യ വേവലാതി. തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിന്റെ മുഖമാണ് പൊതുവെ എന്നും UDFന്റെ മുഖമായി നിറഞ്ഞു നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 3 വട്ടം വിജയിച്ച പാർലമെന്റിലെ തിരുവനന്തപുരത്തിന്റെ MP തരൂരിന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് കോൺഗ്രസിന്റെ കരുത്ത്. UDF മുന്നോട്ട് പ്രചരണങ്ങളിൽ മുഖ്യമായി ഉന്നയിക്കുന്നതും ഈ വ്യക്തിപ്രഭാവം തന്നെ. പാർലമെന്റിൽ ശശി തരൂർ നടത്തിയ പ്രസംഗങ്ങളുടെ ചെറിയ ചെറിയ റീലുകളും വീഡിയോകളുമൊക്കെ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. തരൂർ എന്ന വിശ്വപൗരനെ ഓരോ മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് മുന്നിലും ഉയർത്തിക്കാട്ടുകയാണ് UDF ചെയ്യുന്നത്. വികസനത്തിന് ഇടതുപക്ഷവും മോദി സർക്കാരും എതിര് എന്ന് പൊതുവെ തന്റെ പ്രസംഗങ്ങളിൽ ശശി തരൂർ ഉറപ്പിച്ചു പറയുന്നു. വിശ്വപൗരനെ കൊണ്ട് തിരുവനന്തപുരത്തിന് എന്ത് പ്രയോജനം എന്ന ചോദ്യം രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ് നിരന്തരമായി ഉയർത്തുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP നഗരമേഖലയിൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ സ്വരുക്കൂട്ടി. എന്നാൽ തീരദേശത്തെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളിലായിരുന്നു ശശി തരൂർ തന്റെ വിജയം ഉറപ്പിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകളിൽ ഇക്കുറിയും വിള്ളലുകൾ വീഴില്ല എന്നതാണ് UDFന്റെ ആശ്വാസം. എന്നാൽ ക്രൈസ്തവ മേഖലയിൽ വോട്ട് ബാങ്കിൽ ചില വിള്ളലുകൾ ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നു. ചില പുരോഹിതന്മാർ തന്നെ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രചരണവുമായി കളത്തിലിറങ്ങിയിട്ടുണ്ട്. പാറശാല നെയ്യാറ്റിൻകര മേഖലകളിൽ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളിൽ ഏറെ വിള്ളലുകൾ വീണിട്ടുണ്ട് എന്ന ആശങ്ക പൊതുവെ UDF ക്യാമ്പിലുണ്ട്. ആ വോട്ടുകൾ ചെന്ന് വീഴുന്നത് പന്ന്യൻ രവീന്ദ്രന്റെ പെട്ടിയിലാണോ അതോ രാജീവ് ചന്ദ്രശേഖരന്റെ പെട്ടിയിലാണോ? പൊതുവെ ഇക്കുറി NSS BJPയോട് ഒരു അനുകൂല മനോഭാവമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതും ശശി തരൂരിന് വിനയാകുമോ എന്ന ഭയം കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. മണ്ഡലത്തിൽ താൻ വികസന പദ്ധതികൾ നടപ്പിലാക്കി എന്ന് ശശി തരൂർ അവകാശപ്പെടുമ്പോൾ മറുവശത്ത് ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ മോദിയുടെ പദ്ധതികളല്ലേ എന്ന് BJP ക്യാമ്പ് ചോദ്യമുയർത്തുന്നു. BJP വീണ്ടും അധികാരത്തിലെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായി തുടരും. അതിന്റെ നേട്ടം തലസ്ഥാനത്തിന് വേണ്ടേ എന്നതാണ് BJPയുടെ ഏറ്റവും മുഖ്യമായ ചോദ്യം. കഴിഞ്ഞ തവണ ശശി തരൂരിന്റെ വിജയത്തിന് പിന്നിൽ ഒരു സൂത്രമുണ്ട്. BJP വിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും BJP ജയിക്കരുത് എന്ന് ചിന്തിച്ച LDFിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകളും ഇവയൊക്കെയാണ് അന്ന് ശശി തരൂരിന്റെ ഭൂരിപക്ഷം വലിയ തോതിൽ ഉയർത്തിയത്. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ഇക്കുറിയും ശശി തരൂരിന്റെ പെട്ടിയിലെത്തും എന്ന് UDF വിശ്വസിക്കുന്നു. എന്നാൽ LDFിൽ നിന്ന് ഇക്കഴിഞ്ഞ തവണ ശശി തരൂരിന് അനുകൂലമായി ലഭിച്ച വോട്ടുകൾ ഇക്കുറി വലിയ തോതിൽ ചോർച്ച വരുമെന്നാണ് UDFന്റെയും BJPയുടെയും കണക്കുകൂട്ടൽ. പന്ന്യൻ രവീന്ദ്രൻ എന്ന സാധാരണക്കാരനെതിരെ വോട്ട് ചെയ്യുക, പന്ന്യൻ രവീന്ദ്രനെ ചതിക്കുക, അത് LDFിൽ CPMന് ഇപ്പോൾ പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. 2014 തന്നെയാണ് BJP ക്യാമ്പിൽ ഏറെ പ്രതീക്ഷ നൽകുന്നതും. അന്ന് 2ാം തവണ മത്സരിക്കാനിറങ്ങിയപ്പോൾ ഭൂരിപക്ഷം 15,470 വോട്ടായി കുറഞ്ഞിരുന്നു. BJP സ്ഥാനാർത്ഥി O രാജഗോപാലിന്റെ അന്നത്തെ മുന്നേറ്റം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ വലിയ തോതിൽ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറയ്ക്കാൻ കുമ്മനം രാജശേഖരന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ BJP സാരഥി കുമ്മനം രാജശേഖരനാണ് കഴിഞ്ഞ തവണയും 2ാം സ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ഇക്കുറി വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് തങ്ങളുടെ പ്രവർത്തനമെന്ന് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കുന്നു. തരൂരിന് ഒത്ത എതിരാളി തന്നെയാണ് തിരുവനന്തപുരത്ത് കടന്നു വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. ഇരുവരും തമ്മിലുള്ള പോര് ഇപ്പോൾ മഹായുദ്ധമായി പരിണമിച്ചിരിക്കുന്നു.
ആവനാഴിയിലെ സർവ്വതന്ത്രങ്ങളും രണ്ടുപേരും പുറത്തെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇത്തിരി വിമുഖത കാട്ടിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ പോലും ഇപ്പോൾ ആവേശത്തോടെ കളത്തിലിറങ്ങി. വാശി അതുതന്നെയാണ് UDF ക്യാമ്പിനെ ഇപ്പോൾ നയിക്കുന്നതും. UDFിൽ പഴയതുപോലെ ഉൾപാർട്ടി പ്രശ്നങ്ങളില്ല എന്നതിൽ കോൺഗ്രസിന് ആശ്വസിക്കാം. സംസ്ഥാനത്തെ BJP ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. വാതുവെപ്പുകാർ പൊതുവെ ഉണർന്നു പ്രവർത്തിക്കുന്നു. കേരളത്തിൽ എവിടെ യാത്ര ചെയ്യുമ്പോഴും തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ചർച്ച തന്നെയാണ് മുഖ്യ വിഷയം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്ന് BJP പ്രവർത്തകർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഭാവിയിൽ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വികസനം എങ്ങനെയായിരിക്കും എന്ന രൂപരേഖയാണ് രാജീവ് ചന്ദ്രശേഖർ സമ്മതിദായകരുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത്. ഇതുതന്നെയാണ് BJPയുടെ മുഖ്യ കരുത്തും. യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനം. ഉറപ്പ് മാത്രമല്ല, മോദിയുടെ ഗ്യാരണ്ടിയുമായി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ നിറയുമ്പോൾ അതുകൊണ്ട് തന്നെ യുവാക്കളും പ്രൊഫഷണലുകളുമൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നു. 2014 BJP അധികാരത്തിലെത്തുമെന്നും O രാജഗോപാൽ മന്ത്രിയാകുമെന്നും പൊതുവെ തലസ്ഥാനത്തുകാർ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് അത്തവണ ഭൂരിപക്ഷം വെറും 15,000-ലേക്ക് ശശി തരൂരിൻ്റേത് കൂപ്പുകുത്തിയത്. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ റിസൾട്ട് എങ്ങനെ വരും എന്ന കാര്യത്തിൽ തികഞ്ഞ ആശങ്ക എല്ലാ മുന്നണികൾക്കുമുണ്ട്. തുടർച്ചയായി 2 തവണ 3ാം സ്ഥാനത്തായി എന്ന പേരുദോഷം മാറ്റുക തന്നെയാണ് LDFിന്റെ ഏറ്റവും മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി അവർ പന്ന്യൻ രവീന്ദ്രനെ കളത്തിലിറക്കിയത്. LDF വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് നടത്തുന്നു എന്ന് CPIയും LDF ക്യാമ്പും ഒക്കെ അവകാശപ്പെടുന്നു. അവർ പറയുന്നത് പോലെ അവരുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായില്ല എങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, തിരുവനന്തപുരത്ത് ഒരുപക്ഷെ അട്ടിമറി നടന്നേക്കാം. ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളലുകൾ ഉണ്ടായില്ല, എല്ലാ വോട്ടുകളും പന്ന്യൻ രവീന്ദ്രന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എങ്കിൽ വിജയം രാജീവ് ചന്ദ്രശേഖറിലേക്ക് കടന്നു ചെന്നേക്കാം. അതിനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. നേമത്തും കഴക്കൂട്ടത്തും തിരുവനന്തപുരത്തുമൊക്കെ ഭൂരിപക്ഷം ഉയർത്തും എന്ന BJPയുടെ പ്രതീക്ഷ സാധ്യമായാൽ അതിനെ ഇക്കുറി മറികടക്കാൻ കോവളത്തിനും നെയ്യാറ്റിൻകരയ്ക്കും പാറശാലയ്ക്കും കഴിയുമോ? അതുതന്നെയാണ് ഏറ്റവും ശക്തമായ ചോദ്യവും. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന പ്രതീതി LDFകാർക്കിടയിൽ പ്രചരിപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ CPIക്കും LDFിനും കഴിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ തരൂരും രാജീവ് ചന്ദ്രശേഖരുമാണ് പോര് എന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ചയായെങ്കിലും ഇടതുപക്ഷ അണികളും പ്രവർത്തകരുമൊക്കെ പന്ന്യൻ ഒട്ടും പിന്നിലല്ല എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ശശി തരൂർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. തെരഞ്ഞെടുപ്പ് രംഗത്ത് 3 സ്ഥാനാർത്ഥികളിൽ പ്രായക്കൂടുതലുള്ളത് പന്ന്യൻ രവീന്ദ്രനാണ്. എന്നാൽ പന്ന്യന്റെ ചുറുചുറുക്കിനൊപ്പം ഓടിയെത്താൻ ശശി തരൂരിനും രാജീവ് ചന്ദ്രശേഖരനും പോലും കഴിയുന്നില്ല. പന്ന്യൻ രവീന്ദ്രൻ അങ്ങനെയൊക്കെയാണ്. 2005 അന്ന് PK വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് നടന്ന മത്സരത്തിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച പന്ന്യൻ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അന്നു മുതൽ തിരുവനന്തപുരത്തുകാർക്ക് പന്ന്യൻ രവീന്ദ്രന് വലിയ കാര്യമാണ്. എന്നാൽ അതിനുശേഷം ഒരിക്കൽ പോലും LDFന് വിജയിക്കാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ടില്ല. 2009 ജില്ലാ സെക്രട്ടറി ആയിരുന്ന രാമചന്ദ്രൻ നായർ തരൂരിനോട് പരാജയപ്പെട്ടു. 2014-ലും 19-ലും CPI 3ാം സ്ഥാനത്തായി. 2014 ബെനറ്റ് എബ്രഹാം എന്ന ദുർബലനായ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം നിർത്തിയത്. അതും അന്ന് ഇടതുപക്ഷത്തിന് വലിയ വിനയായി തീർന്നു. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ മിക്കവാറും നിശ്ചയിക്കപ്പെടുന്നത് തലസ്ഥാനത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ വിജയം ആർക്കാണ് എന്ന കാര്യത്തിൽ തികഞ്ഞ ആശങ്ക നിലനിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ ഒരു അട്ടിമറിയിലൂടെ വിജയിക്കും എന്ന വലിയ പ്രതീക്ഷയാണ് BJP ക്യാമ്പിനുള്ളത്. BJPയുടെ കേന്ദ്ര നേതൃത്വവും ഇത്തരത്തിൽ കണക്കുകൂട്ടലുകൾ നടത്തുന്നു. അവസാന നിമിഷം ചില തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമൊക്കെ ഇരു ക്യാമ്പിലും സജീവമായി ആലോചനയിലാണ്. എങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു കോർപ്പറേറ്റ് താരം വെറുതെ ഇരിക്കില്ല അവസാന ദിവസങ്ങളിലെന്ന് ശശി തരൂരിന് വ്യക്തമായി അറിയാം. വിജയം അതുമാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് തന്ത്രം വേണമെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുകാർക്ക് കാണാം. അതുതന്നെയാണ് ഈ മഹായുദ്ധത്തിൻ്റെ പ്രത്യേകതയും. ഒരു കാര്യം വ്യക്തമായി പറയാൻ കഴിയും, തിരുവനന്തപുരത്തിൻ്റെ ചിത്രം ഇനിയും അവ്യക്തമാണ്. എന്തു വേണമെങ്കിലും തലസ്ഥാനത്ത് സംഭവിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.